സ്യൂറിക്കിലെ മറ്റൊരു പ്രഭാതം. ഇന്ന് സ്യൂറിക്കിൽ നിന്നും നമ്മൾ ഒരു ചെറിയ രാജ്യത്തേക്ക് യാത്ര തിരിക്കുകയാണ്. ലോകത്തിൽ ഒരുപാട് കൊച്ചു കൊച്ചു രാജ്യങ്ങളുണ്ട്, പ്രിൻസിപ്പാലിറ്റീസ് എന്ന് പറയും, വത്തിക്കാൻ. അതുപോലെ തന്നെ സ്വിറ്റ്സർലൻഡിനും ഓസ്ട്രിയയ്ക്കും ഒക്കെ അതിർത്തി പങ്കിടുന്ന ഒരു ചെറിയ സ്ഥലമാണ് ലിക്റ്റൻസ്റ്റൈൻ. അപ്പോൾ ലിക്റ്റൻസ്റ്റൈനിലേക്കാണ് നമ്മളുടെ യാത്ര. അപ്പോൾ ഞങ്ങൾ എടുത്തിരിക്കുന്നത് ഗ്രേ ലൈൻ എന്ന കമ്പനിയുടെ ടൂറാണ്. അവരുടെ ഒരു കോച്ചിലാണ് നമ്മൾ ഈ യാത്ര മുൻകൂട്ടി ബുക്ക് ചെയ്തിരിക്കുന്നത്. ഗ്രേ ലൈൻ കമ്പനിയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ബസ് സിറ്റി ട്രാഫിക്കൊക്കെ പിന്നിട്ട് ഇപ്പോൾ കിൽച്ചിബർഗ് ഏരിയയിലൂടെ ലിക്റ്റൻസ്റ്റൈനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 120 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ്. പക്ഷെ മഴയൊക്കെ ഉള്ള സമയമാണ്, അതുകൊണ്ട് എങ്ങനെ പോയാലും ഒരു 2 മണിക്കൂറെങ്കിലും ഒക്കെ എടുക്കുമായിരിക്കണം. ലേക്ക് സ്യൂറിക്കിൻ്റെ കാഴ്ചകളാണ് ഒരു ഭാഗത്ത്. നമ്മൾ കടന്നു പോകുന്ന ഈ ഏരിയ അറിയപ്പെടുന്നത് സിൽവർ കോസ്റ്റ് എന്നാണ്. ഈ സിൽവർ കോസ്റ്റ് ശരിക്കും സ്വിറ്റ്സർലൻഡിലെ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ഇതിൻ്റെ മറുഭാഗം ഗോൾഡ് കോസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. പേരുകൊണ്ട് ഉദ്ദേശിക്കുന്ന പോലെ തന്നെ സ്വിറ്റ്സർലൻഡിലെ തന്നെ മാത്രമല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും എക്സ്പെൻസീവായിട്ടും ഏറ്റവും കോസ്റ്റ്ലിയുമായിട്ടുള്ള ഒരു ഏരിയയാണ് ഗോൾഡ് കോസ്റ്റ്. ഈ ലിക്റ്റൻസ്റ്റൈൻ എന്ന് പറയുന്നത് ശരിക്കും ആൽപ്സ് പർവ്വതനിരകളാൽ ചുറ്റപ്പെട്ട ഒരു മനോഹരമായ സ്ഥലമാണ്. അതിൻ്റെ ക്യാപിറ്റൽ സിറ്റി ഫാഡൂസ് എന്നാണ് അറിയപ്പെടുന്നത്. ഏകദേശം 1500 അടി മുതൽ 2300 അടി വരെ സീ ലെവലിൽ നിന്നും ഉയരെയാണ് ലിക്റ്റൻസ്റ്റൈൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ യൂറോപ്പിലെ ഏറ്റവും ചെറിയ സ്വതന്ത്ര പരമാധികാര രാഷ്ട്രങ്ങളിൽ ഒന്നാണ് ലിക്റ്റൻസ്റ്റൈൻ. പോപ്പുലേഷനെ പറ്റി പറയുകയാണെങ്കിൽ ആകെ 39,000 ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. ഞാൻ താമസിക്കുന്ന മല്ലപ്പള്ളിയിൽ മാത്രം ഏകദേശം 40,000 പേരോളം വരുമെന്നുള്ളതാണ്. കേരളത്തിലെ വളരെ ചെറിയൊരു സ്ഥലമാണ് എൻ്റെ പ്രദേശം എന്ന് പറയുന്നത്. അപ്പോൾ ലിക്റ്റൻസ്റ്റൈൻ എന്ന് പറയുന്നതിൻ്റെ ആ ഒരു വലുപ്പം എന്താണെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റുമല്ലോ, എത്ര ചെറിയൊരു രാജ്യമാണ്. ലിക്റ്റൻസ്റ്റൈൻ്റെ ക്യാപിറ്റലായ ഫാഡൂസിലോട്ടാണ് നമ്മൾ ആക്ച്വലി പോകുന്നത്. ഫാഡൂസ് ചെറിയൊരു പട്ടണമാണെങ്കിലും വളരെ മനോഹരമാണ്. പ്രത്യേകിച്ച് അതിൻ്റെ പാർലമെന്റ് മന്ദിരം ഒക്കെ ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. അപ്പോൾ ആ കാഴ്ചകളിലേക്കൊക്കെയാണ് നമ്മൾ അധികം വൈകാതെ എത്തിച്ചേരുന്നത്. നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് പുതിയൊരു രാജ്യത്തിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രിൻസിപ്പാലിറ്റി, വളരെ ചെറിയ ഒരു സ്ഥലം. ലിക്റ്റൻസ്റ്റൈൻ എന്നാണ് ഈ പ്രിൻസിപ്പാലിറ്റിയുടെ പേര്. നമ്മളിവിടെ നമ്മുടെ പാസ്പോർട്ട് സ്റ്റാമ്പ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ ഒരു സുവനീർ ഷോപ്പുണ്ട്. അതാണ്ട് $3 മറ്റോ ആണ്. പേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പാസ്പോർട്ടിൽ ലിക്റ്റൻസ്റ്റൈനിൽ അറൈവ് ചെയ്തതിൻ്റെ ഒരു സ്റ്റാമ്പ് അവർ ചെയ്തു തരും. താങ്ക് യു. 1610 Thanks. Everything is this you need? Thank you. Bye bye. Bye. അങ്ങനെ പാസ്പോർട്ടിൽ ലിക്റ്റൻസ്റ്റൈനിൻ്റെ സ്റ്റാമ്പ് ചെയ്ത് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ലിക്റ്റൻസ്റ്റൈനിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടുത്തെ റൂളറിൻ്റെ, ഇവിടുത്തെ മൊണാർക്കിൻ്റെ വസതി കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ കാസിൽ കാണാം. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ആക്ച്വലി ടൂറിസ്റ്റുകൾക്കൊന്നും അവിടേക്ക് പ്രവേശനമില്ല. അത് ആ വലിയ കുന്നിൻ്റെ മുകളിലായിട്ടാണ് ആ കാസിൽ. പണ്ട് കാലത്തൊക്കെ മലയുടെ മുകളിലും കുന്നുകളുടെ മുകളിലും ഒക്കെയാണല്ലോ കാസിൽ ഉണ്ടായിരുന്നത്. വളരെ പുരാതനമായ കാസിലാണ്. 1700-കളിലോ മറ്റോ ആണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അവിടെയുള്ളത് പ്രിൻസ് ഹാൻസ് ആഡമാണ്. ആഡം ടു അദ്ദേഹമാണ് ഇപ്പോഴത്തെ മൊണാർക്ക്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ, അവരൊക്കെ യഥാർത്ഥത്തിൽ ഇപ്പോഴും അവിടെയാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ കാസിൽ നമുക്ക് കാണാം. കാസിലിൻ്റെ കാഴ്ചകളിലേക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ അവിടെ കാണുന്നത് അതാണ് കാസിൽ. ലിക്റ്റൻസ്റ്റൈൻ്റെ മൊണാർക്ക്. ഇവിടെ ഒരു ഡ്യുവൽ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റമാണ്. അതായത് ഭരണകൂടം നിയന്ത്രിക്കുന്നത്
ഈ പ്രിൻസും അതുപോലെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പാർലമെൻറ്റും കൂടെ ചേർന്ന് ഉള്ള ഒരു ഡ്യുവൽ സിസ്റ്റമാണ്. അപ്പോൾ ഇതാണ് കാസിൽ. നല്ല മഴയാണ്, എന്നിരുന്നാലും ഈ കാഴ്ചകളൊന്നും മിസ് ചെയ്യാൻ പറ്റില്ല. നല്ല ചെടികളൊക്കെയാണ്. ആദ്യം തന്നെ നമുക്ക് കാണാനുള്ളത് ഒരു സ്കൾപ്ചറാണ്. കുറേ കുതിരകളുടെ ഒരു പ്രത്യേക പോസ്ചറിലുള്ള ഒരു സ്കൾപ്ചർ കാണാം. എത്ര രസകരമായ കാഴ്ചകളാണ് അല്ലേ? സൂപ്പർ റിച്ച് ആയിട്ടുള്ള ഒരു പോപ്പുലേഷനാണ് ഇവിടെ ഉള്ളത്. കാരണം ഇതൊരു ചെറിയ പ്രദേശമാണ്, ചെറിയൊരു പോപ്പുലേഷനാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉള്ളവരെല്ലാം സ്വയം പര്യാപ്തരായിട്ടുള്ള പൗരന്മാരാണ്. അപ്പോൾ നമ്മൾ ഇനിയും പോകുന്നത് ലിechtensteinന്റെ പാർലമെന്റ് കാണാനായിട്ടാണ്. വളരെ സവിശേഷകരമായിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണത്, കണ്ടിരിക്കേണ്ടതാണ്. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ആ കാസിലിന്റെ രൂപം കുറച്ചുകൂടെ വ്യക്തമായി കാണാം. ഇപ്പോൾ ലിechtensteinലെ പ്രധാന തെരുവിലൂടെയാണ് നടക്കുന്നത്. ലിechtensteinന്റെ പ്രധാന ബസ് ടെർമിനൽ ഇവിടെയാണെന്ന് തോന്നുന്നു. അപ്പൊ ലോകത്തിലെ ചെറിയ രാജ്യങ്ങളിലൊന്നായ ലിechtensteinൽ തീർച്ചയായും അവരുടെ പാർലമെന്റും തീരെ ചെറുത് തന്നെയാണ്. ചെറുതാണെങ്കിലും മനോഹാരിതയ്ക്ക് ഒരു കുറവും വന്നിട്ടില്ല. വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു മന്ദിരമാണ് ഇവിടുത്തെ പാർലമെന്റ്. എത്ര വ്യത്യസ്തമായ ഒരു പാർലമെന്റ് അല്ലേ? ഒരു പക്ഷേ ഇത്തരത്തിലൊരു പാർലമെന്റ് ഒരിടത്തും ഉണ്ടാവില്ല. ഇത് ലിechtensteinന് മാത്രം സ്വന്തമായ പാർലമെന്റ് ആണ്. മനോഹരമായ ഒരു മന്ദിരം തന്നെയാണ്. ഇവിടെ ലിechtensteinന്റെ പതാക പാറിക്കളിക്കുന്നുണ്ട്. യൂറോപ്യൻ യൂണിയന്റെ വേറൊരു പതാകയുണ്ട്. ഇതാണ് ലിechtensteinന്റെ ഒഫീഷ്യലായിട്ടുള്ള ഫ്ലാഗ്. ഇപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട്. ഇതാണ് ലിechtensteinന്റെ പാർലമെന്റ് മന്ദിരം. പാർലമെന്റിന്റെ ആ ഭാഗത്തായി ഒരു കത്തീഡ്രലുമുണ്ട്. അപ്പോൾ ആ കാഴ്ചകളിലേക്കൊക്കെ നമുക്ക് പോകണം. ഇതാണ് പാർലമെന്റിന്റെ കോംപ്ലക്സ് ആണ്. ഈ ഭാഗത്തായി ഒരു സ്കൾപ്ചറും നമുക്ക് കാണാം. മനോഹരമായ ഒരു ഗാർഡൻ ആണ് ആക്ച്വലി. കണ്ടില്ലേ? വ്യത്യസ്തമായ ഒരു തരം ചെറിയ മരങ്ങളാണ്. എല്ലാം നിറയെ പൂത്തെളിഞ്ഞ് നിൽക്കുകയാണ്. ഇവിടെ ഒരു പ്രത്യേകമായ ഒരു സ്കൾപ്ചറൊക്കെ ഉണ്ട്. വളരെ രസകരമായ കാഴ്ച. അപ്പോൾ ഈ പൂമരങ്ങൾക്കിടയിലൂടെ ആ കത്തീഡ്രലിന്റെ കാഴ്ചയൊക്കെ വളരെ രസകരമാണ്. അപ്പോൾ ഈ പാർലമെന്റിന്റെ മുകളിലുള്ള ആ കുന്നിന്റെ മുകളിലാണ് ഇവിടുത്തെ ഭരണാധികാരിയുടെ മൊണാർക്കിന്റെ പാലസ്. ഈ ലോകത്തിൽ എവിടെയെങ്കിലും ഒരു പാർലമെന്റിനോടൊക്കെ ഇത്രയും അടുത്ത് പ്രവേശനം അനുവദിക്കുമോ? ഒരു സെക്യൂരിറ്റി ഇല്ല, ഒരു ഗാർഡുമാരില്ല, പട്ടാളക്കാരില്ല, പോലീസുകാരില്ല, ഒന്നുമില്ല. ഫ്രീയായിട്ട് ചേർക്കുക. പാർലമെന്റ് മന്ദിരത്തിന്റെ മുമ്പാകെ ഒരു മരമുണ്ട്. ഇത് പൊട്ടിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. പൂത്ത് നിൽക്കുമ്പോൾ നല്ല രസമാണ്, വളരെ മനോഹരമാണ്. ഇതിന്റെ ഒരു ഷേപ്പ് കണ്ടില്ലേ? ജർമ്മൻ ഭാഷയിലോ മറ്റോ ആണ് എഴുതി വെച്ചിരിക്കുന്നത്. ലിechtensteinന്റെ പാർലമെന്റ് മന്ദിരം എന്നായിരിക്കണം. ഇതാണ്. തീർച്ചയായിട്ടും ഇവിടെ ക്ലോസ്ഡ് ആണ് ഈ സമയത്ത്. ഒരുപാട് ടൂറിസ്റ്റുകൾ ഈ കാഴ്ചകളൊക്കെ കാണാനായിട്ട് വന്നെത്തിയിട്ടുണ്ട്. വലിയൊരു ഗ്രൂപ്പ് തന്നെയാണ്, ചൈനക്കാരുടെ ഒരു കൂട്ടമാണ്.
ഇവിടെ ഒരു മന്ദിരമുണ്ട്, വളരെ മനോഹരമായ മറ്റൊരു മന്ദിരം. ഈ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് കുറച്ച് മുമ്പോട്ട് നടക്കാം. അപ്പൊ ഇനി കുറച്ച് മുമ്പോട്ട് ചെല്ലുമ്പോൾ നമുക്ക് ഒരു കത്തീഡ്രലിന്റെ കാഴ്ചകൾ കാണാം. അതും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചർച്ചാണ്. അപ്പൊ ആ കാഴ്ചകളിലേക്ക് കൂടെ. അപ്പൊ എപ്പോഴും നമ്മളുടെ ഈ വ്ളോഗിൽ ഇതുപോലെ വ്യത്യസ്തമായ ഒരുപാട് കാഴ്ചകൾ ഉണ്ടാവും. അധികം ആരും സഞ്ചരിച്ചിട്ടില്ലാത്ത സ്ഥലങ്ങൾ. അപ്പൊ അവിടേക്കൊക്കെയാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഈ ലിച്ചൻസ്റ്റൈൻ എന്ന് പറയുന്ന ഒരു സ്ഥലം തന്നെ എത്ര പേർക്ക് അറിയാവുന്നത് തന്നെ സംശയമാണ്. കാരണം ഇവിടൊക്കെ പല ആൾക്കാരും വരുമെന്നുണ്ടെങ്കിലും ഈ ലിച്ചൻസ്റ്റൈൻ ഒക്കെ കാണാനായിട്ട് അതിനുവേണ്ടി സമയം അധികം ആരും ചെലവഴിക്കില്ല. കാരണം ഈ സ്ഥലത്തെ പറ്റിയൊക്കെ അവയർനെസ് ഇല്ലെന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ ഒരു സ്ഥലം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നും ഇതുപോലെ ഒരു പ്രിൻസിപ്പാലിറ്റി, മനോഹരമായ ഒരു പ്രിൻസിപ്പാലിറ്റി ഒക്കെ നിലനിൽക്കുന്നുണ്ടെന്നും ഒക്കെ അധികം ആർക്കും അറിയില്ല. അപ്പൊ ഇതുപോലെയുള്ള ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രധാന പരിഗണനയിലുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഈ വ്ളോഗ് സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് എല്ലാ വീഡിയോകളും കാണുക, പ്രോത്സാഹിപ്പിക്കുക. ഒരു സംശയമില്ലാത്ത കാര്യമാണ്, വളരെ മനോഹരമായ ഒരു ചർച്ച്. തീർച്ചയായിട്ടും ഇത് വളരെ പുരാതനമാണ്. അപ്പോൾ ആ ചർച്ചിന്റെ കാഴ്ചയിലേക്ക് പോകുന്നതിന് മുമ്പേ ഇവിടെ ഒരു സ്റ്റാച്യു, ഒരു സ്കൾപ്ചർ ഉണ്ട്. ഇദ്ദേഹം ലിച്ചൻസ്റ്റൈനിൽ പണ്ടുകാലത്ത് ജീവിച്ചിരുന്ന ഒരു വലിയ കമ്പോസറും പ്രശസ്തനായ ഒരു വ്യക്തിയും ഒക്കെയായിരുന്നു. ജോസഫ് റെയിൻബർഗർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പോൾ നമ്മൾ നടന്നെത്തിയിരിക്കുന്നത് സെയിന്റ് ഫ്ലോറിൻ കത്തീഡ്രലിന്റെ മുമ്പിലേക്കാണ്. നിയോ ഗോത്തിക് സ്റ്റൈലിലുള്ള ഒരു കത്തീഡ്രലാണ്. ഇത് ഈജിപ്തിനെ വഹിച്ചുകൊണ്ട് കന്യാമറിയാൻ നിൽക്കുന്ന ഒരു സ്റ്റാച്യു ആണ്. വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് ഇത്. അധികം എങ്ങും കാണാത്ത ഒരു സ്റ്റാച്യു. ഇതെല്ലാം ബ്രോൺസിൽ തീർത്തിരിക്കുന്നതാണെന്നാണ് എൻ്റെ വിശ്വാസം. അവിടെ പള്ളി മണിനാഥം മുഴങ്ങുന്നുണ്ട്. നല്ല സമയത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. കൃത്യമായി പള്ളിമണി മുഴങ്ങുന്ന സമയത്താണ് ഇവിടേക്ക് വന്നെത്തിയിരിക്കുന്നത്. ഇതാണ് സെയിന്റ് ഫ്ലോറിൻ കത്തീഡ്രൽ. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒരു നിയോ ഗോത്തിക് സ്റ്റൈലിലുള്ള കത്തീഡ്രലാണ്. മനോഹരം, വേറിട്ട ഒരു നിർമ്മിതി അല്ലേ? വളരെ മനോഹരമായ പൂമരങ്ങൾ. ഇത് ശരിക്കും റിയൽ ആണെന്ന് വിശ്വസിക്കാൻ തന്നെ പ്രയാസമുണ്ട്. അതേ രീതിയിലാണ്, പ്ലാസ്റ്റിക് കൊണ്ട് തീർത്തതുപോലെയാണ് അതിൻ്റെ ഒരു നിൽപ്പ്, മനോഹാരിത. എത്ര മനോഹരമായ ഒരു ചർച്ച് അല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ലിച്ചൻസ്റ്റൈൻ്റെ കാഴ്ചകൾ. ഇവിടെ പബ്ലിക്കിനൊക്കെ വന്ന് ഇരിക്കാനായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്. ഒരു പള്ളിമേട ഇവിടെ കാണാൻ സാധിക്കും. ഈ സ്വിറ്റ്സർലൻഡിലും ഒക്കെ ഉള്ളതുപോലെ തന്നെ ഈ കത്തീഡ്രലിനും ഒരു ക്ലോക്ക് ടവർ ഉണ്ട്. പള്ളിക്ക് ചുറ്റും നമുക്കൊന്ന് നടന്നു പോവാം. എത്ര വൃത്തിയും വെടുപ്പുമാണ് ഈ ഭാഗങ്ങളൊക്കെ നോക്കുക. നല്ല പൂച്ചെടികളൊക്കെ വെച്ച് അലങ്കരിച്ച് മനോഹരമാക്കിയിരിക്കുന്നു. ഇവിടെ ഒരു മനോഹരമായ കെട്ടിടം കാണാം. ഇവിടെയൊക്കെയുള്ള കെട്ടിടങ്ങൾക്കെല്ലാം തനതായ ഒരു ശൈലി കാണാവുന്നതാണ്. ഇതൊക്കെയാണ് ലിച്ചൻസ്റ്റൈനിലെ കാഴ്ചകൾ. വളരെ കാൽപ്പനികമായ കാഴ്ചകളൊക്കെയാണ്. തീർച്ചയായും മൂവി മേക്കേഴ്സിനൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ലൊക്കേഷനുകളൊക്കെയാണ്. എവിടെ നോക്കിയാലും ഫൗണ്ടനുകളാണ്. ഇവിടെ ഒരു സ്കൾപ്ചർ കാണാം.
നിരത്തുകളൊക്കെ വളരെ സജീവമാണ്. ഒരുപാട് വാഹനങ്ങൾ നിരനിരയായി പോയിക്കൊണ്ടിരിക്കുന്നു. ഈ പൂമരങ്ങൾക്കിടയിലൂടെ നടന്ന് നമുക്ക് മറ്റു ഭാഗങ്ങളിലേക്ക് പോവാം. എത്ര രസകരമാണല്ലേ പൂമരങ്ങൾക്കിടയിലൂടെ ഒരു യാത്ര. കോടമഞ്ഞ് അങ്ങനെ ഇറങ്ങി വരികയാണ് മലകളിൽ കൂടെ. കണ്ടില്ലേ, ഭയങ്കരമായ തണുപ്പാണ്. ശരിക്കും ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടും കൈയൊക്കെ അങ്ങ് മരച്ചു പോവുകയാണ്. ഫ്രോസണാണ് ആക്ച്വലി. ഇവിടെ നിൽക്കുമ്പോൾ നമ്മുടെ ഇവിടുത്തെ മൊണാർക്കിൻ്റെ കാസിൽ വളരെ വ്യക്തമായി കാണും. നല്ലൊരു കാഴ്ചയാണ്. എവിടെ നോക്കിയാലും പൂക്കൾ, മനോഹരം. ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലിechtensteinലെ ഈ ഫാഡൂസ് നഗരത്തിൻ്റെ കാഴ്ചകൾ കാണാം. തിരക്കുകളൊക്കെ വളരെ ബിസിയാണ് ആക്ച്വലി. ബസ്സുകളും കാറുകളും ഒക്കെയായിട്ട് വളരെ ബിസിയാണ്. ഇതൊക്കെയാണ് ഫാഡൂസിൻ്റെ കാഴ്ചകൾ. അങ്ങനെ നമ്മൾ ഈ ടൂർ തുടങ്ങിയ ഭാഗത്തേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബസ് പാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗത്തേക്ക് നടക്കുകയാണ്. ഇപ്പോൾ ലിechtensteinൻ്റെ കാഴ്ചകളൊക്കെ ഇവിടെ തീരുകയാണ്. മഴ പെയ്തു പോയി, അല്ലെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ചിത്രീകരിക്കാമായിരുന്നു. ഇനിയും ഈ കാഴ്ചകളൊക്കെ അവസാനിപ്പിച്ച് ബസ്സിലേക്ക് നടക്കും.